രഞ്ജിത്ത്, നാം ഇനി മാനിഫെസ്റ്റേഷനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നാം തോട്ട് പവറിനെ കുറിച്ചും ക്രിയാശക്തിയെക്കുറിച്ചും അതുപോലെ പണത്തെക്കുറിച്ചൊക്കെ നാം സംസാരിച്ചു കഴിഞ്ഞ വീഡിയോകളിൽ. ഇത് എങ്ങനെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാ അർത്ഥത്തിലും ഏതേത് മേഖലകളിലാണോ അവരവർ പ്രവർത്തിക്കുന്നത് അതിലൊക്കെ പുരോഗതി ആവശ്യമുള്ളതാണ്. അത് പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ആത്മീയമായ തലത്തിൽ ഉണർന്ന് ഒരു യോഗിയാവണമെങ്കിലും അവിടെയും പുരോഗതി തന്നെയാണ്. അവിടെ എത്രമാത്രം ഉയർന്ന തലത്തിലേക്ക് നമ്മെ മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒരു പുരോഗതിയുടെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നാം ഒരു പ്രകടനമായിരിക്കുക. നമ്മുടെ ഈ പ്രകടന ശക്തി, അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് ചിന്തയെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മുടെ ചിന്തയെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ദിവ്യ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ദൈവിക ശക്തിയുടെ പ്രകടനമാണ് മാനിഫെസ്റ്റേഷൻ. നമ്മിലുള്ള ഊർജം, ആത്മാവിൻ്റെ ഊർജം, അത് ദൈവികമായ ബന്ധമുള്ളതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രകാശം എന്താഗ്രഹിച്ചാലും നടക്കുമെന്നുള്ളതാണ്. കാരണം ദൈവികമായ ശക്തി അതിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും നടക്കണമെങ്കിൽ നാം ആ സോളിനെ മാക്സിമമായിട്ട് ഉയർത്തുക എന്നുള്ളതാണ്. ഈ ആന്തരിക ലോകത്ത് സംഭവിക്കുന്നത് തന്നെയാണ് ബാഹ്യലോകത്തേക്കുമായിട്ട് കടന്നു വരിക എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുരോഗതിയിലേക്ക്, കർമ്മഗുണങ്ങളിലേക്ക് ചെയ്യുന്നതൊക്കെ ഗുണപരമായി മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ നാം കർമ്മ നിയമത്തെ ഓർക്കേണ്ടതുണ്ട്. നാം വിതയ്ക്കുന്നത് തന്നെയാണ് നാം കൊയ്യുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർമ്മനിയമം നമുക്ക് നന്മ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ടൊക്കെ നാം തയ്യാറാകുക എന്നുള്ളത് മികച്ച മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ആഗ്രഹങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക. നമ്മളൊരു വലിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ അതിനെ തുടങ്ങിയിട്ട് പടിപടിയായിട്ട് ഉയരാനായിട്ട് നോക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം സങ്കല്പിച്ച് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകാൻ ഇടവരരുത്. അതിൻ്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആന്തരിക ലോകത്ത് ഉണ്ടാകുന്ന ശക്തി തന്നെയാണ് ബാഹ്യലോകത്തും പ്രകടമാകുന്നത്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ ഒക്കെ അടിസ്ഥാന മൂല്യങ്ങളുള്ളതായിരിക്കണം. ലോകനന്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കണം, സത്യമായിട്ടുള്ളതായിരിക്കണം, ധർമ്മമായിട്ടുള്ളതായിരിക്കണം. ഇച്ഛാശക്തി എല്ലാത്തിലും നമുക്ക് ആവശ്യം തന്നെയാണ്. ആ ഇച്ഛാവബോധമാണ് നമ്മെ മുന്നോട്ട് കൃത്യമായി നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒന്നിനെക്കുറിച്ച് ഓർക്കുക. എന്താണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിലേക്ക് നാം ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രകടനങ്ങൾ ഒക്കെ വേണ്ടത്. അപ്പോൾ അത് ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പല കാര്യങ്ങൾ ഒരുമിച്ച് മുയലിനെ, കുറച്ച് മുയലുകളെ ചാക്കിൽ കൊടുന്ന് കാട്ടിലഴിച്ചു വിട്ട് അതിനെ പിടിക്കാനായിട്ട് പോകുന്ന ഒരാളെ പോലെ ആയിരിക്കും. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെ സ്പ്ലിറ്റ് ചെയ്ത് വിടാൻ അനുവദിച്ചാൽ നമുക്ക് ഒന്നിനെയും ഫോക്കസ് ചെയ്യാനായിട്ട്, ഒന്നിനെയും മാനിഫെസ്റ്റേഷന് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏകാഗ്രമായി ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുക. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആദ്യത്തെ കാര്യത്തിന് അതിന് വേണ്ടി തന്നെയായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമുക്ക് നിത്യേന ഇപ്പോൾ ക്രിയാശക്തിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഒരു ദിവസം 10 ക്രിയാശക്തി വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ആ ഡിവൈൻ പവറിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തത് നമ്മൾ ക്രിയാശക്തി ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ആ ആന്തരിക ലോകം ഉണരുകയും നമ്മുടെ ബാഹ്യലോകത്ത് അത് പ്രകടനമാവുകയും ചെയ്യും. അപ്പോൾ അത് കൃത്യമായി പരിശീലിച്ച് അത് കൃത്യമായ രീതിയിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട് ഫോംസ്, നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, അതുപോലെ തന്നെ അത് കോൺഫിഡൻസ് ഇല്ലായ്മ, ദാരിദ്ര്യ ചിന്തകൾ, ഞാൻ ദരിദ്രമായ വീട്ടിലാണ് ജനിച്ചത് അതുകൊണ്ട് എൻ്റെ യോഗം ഇതാണ്, അല്ലെങ്കിൽ പണം നല്ലതല്ല, അല്ലെങ്കിൽ വലിയ സന്തോഷകരമായി ആഡംബരമായി ജീവിക്കുന്നത് നല്ലതല്ല, ഈ ചിന്ത നമ്മെ പുറകോട്ട് നയിക്കും. നാം ആഡംബരമായി ജീവിക്കാനേ നമ്മുടെ മനസ്സിൻ്റെ വലുപ്പം അനുസരിച്ച് ആന്തരിക ലോകത്ത് നാം എത്ര ഉന്നതിയിലേക്ക് വന്നോ
അവിടെ ആഡംബരവും സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു നല്ല ആത്മീയ യോഗിക്ക് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരബോധത്തെയും ശരീരത്തെയും ഒക്കെ സുഖമായി നിലനിർത്തി ആരോഗ്യപരമായി നിർത്തി സന്തോഷമുള്ള സന്ദർഭങ്ങളുണ്ടാക്കി, സ്നേഹമുള്ള സന്ദർഭങ്ങളുണ്ടാക്കി, നല്ല ശുദ്ധമായ വായുവും ശുദ്ധമായ ഭക്ഷണവും കഴിക്കാനുള്ള അവസരങ്ങളുണ്ടായി, ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമുണ്ടായി ജീവിക്കുക എന്നുള്ളത് ഒരു കുറവായിട്ട് കാണരുത്. അത് മികച്ചതായിട്ട് തന്നെ സംഭവിക്കണം. അത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും വേറെ കാര്യങ്ങളെക്കുറിച്ച് ഇല്ലായ്മയെക്കുറിച്ച് ഓർക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് സമയം ഉണ്ടാവുക? അപ്പോൾ നമുക്ക് സമൃദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഇച്ഛാബോധം നമ്മുടെ ഉള്ളിൽ വേണം. നാം ഏത് രീതിയിൽ എന്തൊക്കെ തരത്തിൽ ഡെവലപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്താലേ നമുക്കൊരു കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുപോലെ ആന്തരിക ലോകം മാറി വരുമ്പോൾ, നാം ചെയ്തു ഓരോ പ്രവൃത്തികളും ചെയ്ത് യോഗിക് സാധനങ്ങൾ ചെയ്തു വരുമ്പോൾ ആന്തരിക ലോകം മാറുമ്പോൾ നമ്മുടെ ബാഹ്യലോകവും നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് നമുക്ക് കാണാം. നമുക്ക് അങ്ങനെ പരിധികളില്ല എന്നറിയണം. നമുക്ക് എത്രമാത്രം ആഗ്രഹിക്കുന്നു, എത്രമാത്രം വികാസം വേണോ അത്രമാത്രം നാം ഉയർന്ന് ചിന്തിക്കാനും ഉയർന്ന് പ്രകടിപ്പിക്കാനും ഉയർന്ന് ഫോക്കസ്ഡ് ആവാനും തയ്യാറായ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഈ ഒരു ദിവ്യമായ പ്രക്രിയയിൽ കൂടെ അത് കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകളെയൊക്കെ നമ്മൾ ടെട്രാഹീഡ്രൻ പോലുള്ള ഇതിലേക്ക് നശിപ്പിച്ച് കളഞ്ഞ് നമ്മൾ വളരെ ഒരു ഡിവൈൻലി ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുമ്പോൾ നാം ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് സാധ്യമാണ്. പിന്നെ ജീവിതം ഒരു ലോ ഓഫ് എ സൈക്കിളിന് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സൈക്കിൾ കറങ്ങുന്നത് പോലെ ഇത് കയറിയും ഇറങ്ങിയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻ എവല്യൂഷൻ. അത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് അടുത്ത ശക്തിയിലേക്ക് കുതിക്കാനുള്ള ഇറക്കമായിരിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് വളരെ ഉയർന്നു നിൽക്കുകയും ചില സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് അടുത്ത കുതിപ്പിന് വേണ്ടിയുള്ളതാണ്. ഒരു ലോങ് ജമ്പ് ചാടുമ്പോൾ, ഒരു ഹൈ ജമ്പ് ചാടുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ഓടി വന്നിട്ടേ ചാടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഇറങ്ങി വരുന്നത് അതൊരു ദൈവികമായ പ്രക്രിയയാണ്, ഒരു ലോ ഓഫ് സൈക്കിളാണെന്ന് തിരിച്ചറിയണം. അത് പിന്നെയും, പക്ഷെ അതൊരിക്കലും ഏറ്റവും അടിയിലേക്ക് ഇറങ്ങി പോകാതെ പിന്നെയും മുന്നോട്ട് അത് ഒരു സ്പൈറൽ പോലെ മുകളിലേക്ക് ഒരു അപ്വേർഡ് ട്രെൻഡിൽ നിലനിന്ന് അത് വളർന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാത്മാ ചോക്കോക്സി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തയ്യാറാക്കി തന്ന ഷാർലറ്റ് ആൻഡേഴ്സൺ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും സഹായിച്ച ഷാർലറ്റ് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. അത് പ്രകടമായി തന്നെ വരട്ടെ. വിജയം നിങ്ങളുടെ കൈകളിലാണ്. ദൈവമല്ല നിങ്ങളുടെ വിജയത്തെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രകടനവും നിങ്ങളുടെ പ്രവർത്തനവുമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവം എല്ലാം അറിഞ്ഞിരിക്കുന്നുവെങ്കിലും അത് ഒരു ഇച്ഛാശക്തിയാൽ അത് പ്രകടമാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈശ്വരീയമായ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള പ്രവർത്തനത്തിലും പ്രകടനത്തിലും ചിന്തകളിലും എത്രമാത്രം ഏകാഗ്രമായ ചിന്തയുണ്ടോ അത് ദൈവം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരും. അത് പ്രപഞ്ചം, ദൈവമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഡൈജസ്റ്റ് ആയില്ല. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനനുകൂലമായി ഓരോ ചിന്തയ്ക്ക് ശക്തി ഉണ്ടെന്നും ഓരോ പ്രവൃത്തിക്ക് ശക്തി ഉണ്ടെന്നും ഓരോ സംസാരത്തിന് ശക്തി ഉണ്ടെന്നും ഓരോ എഴുത്തിന് ശക്തി ഉണ്ടെന്നും തിരിച്ചറിയുക. ഈ പ്രപഞ്ചം ഇതെല്ലാം സുസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ഉന്നതമായ തലത്തിലേക്ക് ഉയർന്ന് ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ പടുത്തുയർത്തുക. എല്ലാവർക്കും ജീവിതങ്ങൾ വളരെ മികച്ചതായി സന്തോഷവും സൗഭാഗ്യവും സമൃദ്ധിയും നിറഞ്ഞ് സന്തോഷകരമായ ഈശ്വരാനുഗ്രഹത്താൽ നിറഞ്ഞ് നിൽക്കാനായിട്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭ്യമാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. രഞ്ജിത്ത്, നമസ്തേ. താങ്ക് യു.